ലൈവിൽ നന്ദനയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കും. പൊരിഞ്ഞ അടിയുടെ കാരണമൊന്നുമില്ല. നന്ദന ജാസ്മിനോട് പറയുകയാണ്, 2 വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന ആ ശീലമൊക്കെ അവസാനിപ്പിക്കൂ, ഒന്നുകിൽ സ്വന്തം ടീമിനോട് നന്ദി കാണിക്കൂ എന്ന് പറയുന്ന നന്ദനയെ നമുക്കവിടെ കാണാം. ജാസ്മിൻ പലപ്പോഴും ആ നന്ദനയുടെ എന്താ പറയുന്നത്, ആ ആക്രോശത്തിൽ തകർന്നു പോകുന്ന ജാസ്മിനെയും കണ്ടു. പലപ്പോഴും ജാസ്മിൻ പറഞ്ഞു നിൽക്കാൻ ജാസ്മിനെ കഴിഞ്ഞുള്ളൊരു വ്യക്തി കൊള്ളായിരുന്നു ബിഗ് ബോസ്. പക്ഷേ നന്ദനയുടെ വാക്സാമർത്ഥ്യത്തിന് മുമ്പിൽ പലപ്പോഴും പതറിപ്പോകുന്ന ജാസ്മിനെയും നമ്മൾ കണ്ടു. ലൈവ് കണ്ടപ്പോൾ എനിക്കും തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് ജാസ്മിൻ കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പം ജിൻഡോയുടെ അടുത്ത് വന്ന് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് അവിടെയുള്ള ആൾക്കാരോട് പറയുന്നത് കേട്ടു, അയാൾ ആലിംഗനം ചെയ്യുന്നത് കെട്ടിപ്പിടിക്കുകയായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവർക്ക് ശ്വാസം മുട്ടും, ഗബ്രിക്ക് ശ്വാസം മുട്ടി, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്, ഗബ്രിയുടെ കയ്യിൽ തെറ്റില്ല, ജിൻഡോയുടെ അങ്ങനെയുള്ള രീതിയിൽ ഒഴുക്കം മറ്റുള്ള രീതിയിലുള്ള സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ലൈവിൽ കണ്ടതാണ്. അന്നേരം തോന്നി ജാസ്മിൻ എന്താണ് സ്വന്തം ടീമിലെ ഒരു വ്യക്തിയോട് കൂടെ നിൽക്കുക. അവൻ തെറ്റ് കാണിച്ചോട്ടെ, തെറ്റ് കാണിച്ചാലും കൂടെ നിൽക്കാൻ കഴിയുന്നവനായിരിക്കണം, സ്വന്തം ടീമിനോടൊപ്പം തന്നെ നിൽക്കണം. അത് ജാസ്മിൻ പലപ്പോഴും ചെയ്തില്ല. പിന്നെ ഒരു കാര്യം, ടീം തുടങ്ങി ഋഷി ഔട്ടാക്കിയിട്ട് 2ാം റൗണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരണ്യെ ഫോക്കസ് ചെയ്ത് എല്ലാവരും നിൽക്കുമ്പം തന്നെ ഗബ്രി അതിൻ്റെ ഇടയ്ക്ക് വീഴുന്നു. അപ്പം ഹൻസിബയും ജാസ്മിനും ജിൻഡോയും ഗബ്രിയെ വളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ കോയിൻ ഇരിക്കുന്നത് ജാസ്മിൻ്റെ കയ്യിലാണ്. ഹൻസിബ പറയുന്നുണ്ട് നമ്മുടെ ഗബ്രിയുടെ മേത്തൊട്ടിക്കാം എന്ന് പറയുമ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഗബ്രിയെ വളഞ്ഞു പിടിച്ച് ഗബ്രിയുടെ ദേഹത്തൊട്ടിച്ചിട്ട് മറ്റവർക്ക് കൂടി രക്ഷപ്പെടാമായിരുന്നു. അപ്പം നമ്മുടെ ജാസ്മിൻ ഓടി ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നു, വേണ്ട, നമുക്ക് ശരണ്യെ ഫോക്കസ് ചെയ്യാം, കാരണം അവൻ്റെ ഗബ്രിയുടെ മേത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും തിരിച്ച് നമ്മുടെ മേത്ത് തന്നെ ഒട്ടിക്കും, അതാണ് അവൻ്റെ ശീലം എന്ന് പറയുന്ന ജാസ്മിനെയും കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഗബ്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമം ജാസ്മിൻ നടത്തിയോ എന്ന് ആ ശ്രദ്ധയിൽ എനിക്ക് തോന്നി. പിന്നെ ഗെയിമിൻ്റെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഋഷി ഔട്ടായി. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഗബ്രിയെ തന്നെയായിരുന്നു. ഗബ്രിയും കൂടെ ഔട്ടായിരുന്നെങ്കിൽ നിസ്സാരമായിട്ട് ശരണ്യെ തോൽപ്പിക്കാനും പറ്റിയേനെ. പക്ഷെ അത് ചെയ്യാതെ ആ കോയിനുമായിട്ട് പിന്നും ശരണ്യയുടെ പുറകെ ഓടുന്ന ജാസ്മിനെ ഞാൻ കണ്ടു. ശരണ്യയുടെ ദേഹത്തൊട്ടിച്ചു, ശരണ്യെ വീണ്ടും ജാസ്മിൻ്റെ ദേഹത്തൊട്ടിച്ചു. അപ്പോൾ അവിടെ പാളിപ്പോയത് ജാസ്മിന് തന്നെയാണ്. അവിടെ ജാസ്മിൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നറിയില്ല. പക്ഷേ എനിക്ക് അന്നേരം കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ഗബ്രിയെ രക്ഷപ്പെടുത്താൻ ജാസ്മിൻ ശ്രമിച്ചോ എന്ന് തോന്നി. പിന്നെ പുറത്തിരുന്ന മത്സരാർത്ഥികളെല്ലാം, നന്ദന ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരുപക്ഷെ നന്ദനയ്ക്ക് തോന്നിക്കാണും ഇത് 2 വള്ളത്തിലും ചവിട്ടി നിൽക്കുകയാണെന്ന്. അത് തെറ്റു പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു വശത്ത് ഗബ്രിക്ക് വിഷമം തോന്നരുത്, ടീമിനോട് സപ്പോർട്ട് ചെയ്യുകയും വേണം. അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു ജാസ്മിനെയും നമുക്ക് ആ വീഡിയോ ഈ മത്സരത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയായിരിക്കും നന്ദന പറഞ്ഞത്. നന്ദനയുടെ വാക്സാമർത്ഥ്യത്തിന് മുമ്പിൽ പലപ്പോഴും പതറിപ്പോകുന്ന ജാസ്മിനെയും നമ്മളവിടെ കണ്ടു. ഏതായാലും വന്നേക്കുന്ന കമൻറ്റുകൾ, ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നവരുടെ കമൻറ്റുകളൊക്കെ നന്നു. നട്ടലോടെ പ്രതികരിച്ചത് നന്ദന മാത്രമാണ്. ബാക്കി സായിയും അഭിഷേകും ഫിജോയും ഒക്കെ എന്തിനവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വോട്ട് ഞാൻ നന്ദനയ്ക്ക് ചെയ്യുമെന്ന് ഒത്തിരി പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പം നന്ദനയുടെ ഈ പ്രകടനം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു, ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അതാണ് ഈ പ്രതികരണത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്.